ഫാമിലി, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒത്തിരി നാളായാലും നമ്മൾ കണ്ടിട്ട്. വളരെ ചെറിയൊരു ഫാമിലി, ലൈക്ക് 8 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വളരെ ചെറിയൊരു ഫാമിലിയാണ് നമ്മളെങ്കിലും ഈച്ച് ഓഫ് യു ഗൈസ് ആർ വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ചെറിയ ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ക്രിസ്മസ് സീസൺ ആയില്ലേ, നമ്മൾ ക്രിസ്മസ് മന്തിലേക്ക് കാലെടുത്ത് വെച്ചു. ഗിഫ്റ്റ് കൊടുക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതെനിക്കൊരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് നിങ്ങളോട് എത്ര സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ പറ്റിയൊരവസരം. അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആമസോൺ എനിക്കൊരു പെർഫെക്റ്റ് ഓപ്ഷൻ കാണിച്ചു തന്നത്. ഇത് ക്രിസ്മസ് ലോക്കറ്റ്സ് ആണ്, 45 പെയർസ്. ഇത് വെച്ചിട്ട് ഞാൻ നെക്ലേസ് ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. തുടക്കം തന്നെ എനിക്ക് വലിയൊരു ചലഞ്ചായിരുന്നു. ഇത്രയധികം പെൻഡൻറ്റുകളിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം എൻ്റെ ആദ്യത്തെ വർക്കിനെന്ന്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ എല്ലാം തുറന്നു വെച്ചതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് അവസാനം ഞാനൊരു ഫൈനൽ 3 ആയിട്ട് 3 എണ്ണം എടുത്ത് വെച്ചു. ഇതാണ് ഞാൻ മേടിച്ച ചെയിന്, മാലയിലിടാനുള്ള ചെയിൻ. അതാണ് ഈ സാധനത്തിൽ നിന്ന് മൊത്തം ചാടി പോകുന്നുകൊണ്ടിരിക്കുക. സോ ഞാനിതൊന്ന് അളവെടുത്ത് മുറിച്ചെടുക്കാൻ പോവാണ്. ഒരു ഊഹത്തിലാണ്. എൻ്റെ ഒരു മാല എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മാലയാണിത്. അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതും ഇതിനേക്കാളും കുറച്ചും കൂടെ നീളം, അങ്ങനെയാണ് ഞാൻ ഓർത്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു 3 സെറ്റ് നെക്ലേസ് ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ചെയിനും കൊളുത്തും എല്ലാം 3 സെറ്റായിട്ടാണ് റെഡിയാക്കിയത്. അപ്പോൾ അങ്ങനെ ആദ്യം ചെയിൻ 3 പാർട്സ് ആക്കിയിട്ട് എൻ്റെ ക്യൂട്ട് പാത്രത്തിലോട്ട് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊളുത്താണ് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത്. കുഞ്ഞ് ബോക്സിൽ നിറയെ കൊളുത്തുകൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ 3 സെറ്റ് കൊളുത്തുകളും പാത്രത്തിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ഓരോന്നിൻ്റെയും കറക്റ്റ് സെറ്റായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ ചെയ്തത് ചെയിനിൻ്റെ അറ്റത്തേക്ക് 2 സൈഡിലും കൊളുത്തും ലോക്കും പിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ പ്ലെയർ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേയും കൂടി ഈസിയായി. അതുപോലെ തന്നെ ആ പെൻഡൻറ്റിന് ഒരു കൊളുത്തും കൂടെ പിടിപ്പിക്കേണ്ടി വന്നു. എൻ്റെ ചെയിൻ ഒരു 3 mm ചെയിനായിരുന്നു. പക്ഷേ കൊളുത്ത് കുറച്ചും കൂടെ ചെറുതായിരുന്നുകൊണ്ട് അതിൻ്റെ അകത്തു കൂടെ കടന്നു പോകാൻ എനിക്ക് വേറൊരു കൊളുത്തും കൂടെ പിടിപ്പിക്കേണ്ടി വന്നു. ഞാൻ ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ചായിരുന്നു, ഇത്രയധികം ചെയിൻ വാങ്ങിച്ചിട്ട് വെറുതെ ആയി പോവോ, പെൻഡൻറ്റ് പോവോ എന്നൊക്കെ അങ്ങനെ ഒന്ന് ടെൻഷൻ അടിച്ചായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റോറേജ് തപ്പിയപ്പോഴാണ് എനിക്ക് കറക്റ്റ് സൈസിലൊരു ചെയിനും കൂടെ കിട്ടിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം. എങ്ങനെയുണ്ട്? എല്ലാവരും അഭിപ്രായം പറയണേ.